ഗുഡ് മോർണിംഗ് ഗൈസ്. ചില ദിവസങ്ങൾ നമുക്ക് ബാഡ് ഡേ ഉണ്ടാവും, ഗുഡ് ഡേ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഒരു ബാഡ് ഡേ ആയിരുന്നു എനിക്ക്. ഇന്നൊന്നും എനിക്ക് തീരെ പറ്റില്ല, ഒരു ജലദോഷമുള്ള ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രാവിലെ എണീറ്റ പാട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എണീച്ചേ പറ്റും. ഇന്ന് നേരെ വൈകിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും വേണ്ടില്ല ഗൈസ്, നമുക്കൊരു കട്ടെല്ലാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കട്ടൻ കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട്, അപ്പോൾ അവരോടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും വലിയ സീനില്ല, കുറച്ചൊക്കെ വെച്ച് കണ്ടോ. ഇപ്പം അന്വേഷിച്ചു എങ്ങനെ ജലദോഷം തുടങ്ങുന്നത്. ജലദോഷം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റം കേട്ടോ. ഇന്നലത്തെ രാത്രിക്കത്തെ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലെ രാത്രി ഞാൻ അപ്പോൾ ഉറക്കം നോക്കിയിട്ട് അവിടെ പോയി കിടന്ന, ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ചില സമയങ്ങളിൽ നൈറ്റ് ഭയങ്കര മൂടാണ്, നല്ല വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത്. ചില സമയത്ത് മതി എന്നെ അവിടെ പോയി കിടക്കുക, അങ്ങനെയുള്ളൊരു മൈൻഡിൽ കിട്ടോ. എന്തായാലും വേണ്ടില്ല ഗൈസ്, രാവിലെ എണീറ്റാൽ വേറെ പണി കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ആദ്യം ടാബിൾ വൃത്തിയാക്കിയിട്ട് ഇടിക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ടാബിൾ വൃത്തിയാക്കി. പൊതുവേ ഞാൻ മോർണിംഗിൽ മോളാട്ടോ ഇരിക്കൽ. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നെനിക്ക് വല്ലാണ്ടൊരു ബാഡ് ഡേ ആണ്. ഹെൽത്തൊന്നും ഭയങ്കര ഒരു സുഖമില്ല. അപ്പോൾ ചോദിച്ചു എന്നാൽ പിന്നെ അടിയിൽ തന്നെ ഇരിക്കുക. എന്നാൽ കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാണ്ടായിരുന്നു. അലക്കുന്ന അവിടുന്ന് ഡാൻസ് കളിച്ചിട്ടാണെന്ന് അറിയില്ല, ചെരുപ്പ് കാണാതെ ഗൈസ്, അത് നൈസായിട്ട് സെറ്റാക്കുന്ന പണിയിലായിരുന്നു. പിന്നെ ഗൈസ് എനിക്ക് വിശപ്പ്, അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി കുറച്ച് അരിപ്പൊടി എടുത്ത് തന്നാണ്. അത് കഴിഞ്ഞ് കണ്ണ് ഭയങ്കര വേദന. മേ ബി ഞാൻ അധികം സ്ക്രീനിൽ നോക്കിയിട്ടായിരിക്കും. ഇത് ബ്യൂട്ടി ആൻഡ് കെയർ ഒക്കെ വെക്കുന്ന ഷെൽഫാണ്, പക്ഷേ അതിൽ ബ്യൂട്ടി ആൻഡ് കെയർ ഐറ്റങ്ങളൊന്നുമില്ല. ഞാൻ കണ്ണിൻ്റെ ലുബ്രിക്കൻ്റൊക്കെ ഇടാനാണ് യൂസ് ചെയ്യുന്നത്. അലർജി വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. കണ്ണിന് പ്രശ്നം ഉണ്ടാവും, അതുപോലെ ഫുൾ തുമ്മലായിരിക്കും, ഭയങ്കര തുമ്മലാണ്. ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല, തുമ്മലായിരിക്കും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടികളിങ്ങനെ പോകുന്നുണ്ട് ക്ലാസ്സിലേക്ക്, അതങ്ങ് നോക്കിക്കുക. അപ്പോൾ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ദോശയും ചട്ടിനിയാണ് ഉള്ളത്. എന്തായാലും അടിപൊളിയായിട്ടോ, എനിക്കിഷ്ടമായി. അതിൻ്റെ ഒരു ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. മിഫ വിളിക്കുന്നുണ്ടായിരുന്നു 2 ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടിക്ക് 2 ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ അവളെ പറഞ്ഞയച്ചു. അലർജി എന്നെ വിട്ട് മാറില്ല ഗൈസ്. ഞാൻ ഗുളിക കുടിക്കാതെ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് തന്നാലും ഗുളിക എന്നെ കൊണ്ട് കുടിപ്പിക്കും, അതാണ് എൻ്റെ അലർജി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഗുളിക കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു, അത് ചെയ്തു. ടാബിളൊക്കെ ഫുൾ അലങ്കോലമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് കുളിച്ച് സുന്ദരിക്കുട്ടിയായി ഗൈസ്. അലർജി വന്നാൽ ഞാൻ വേഗം കുളിക്കും, അങ്ങനെങ്കിലും പോലോ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് നെക്സ്റ്റ് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഈ ഒരു റോസാപ്പൂ ഉമ്മ കൊണ്ടുവന്നാണ്, അപ്പോൾ ഞാൻ പിന്നെ വാടാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കുപ്പിയിലാക്കിയതാണ്. ഇനി നെക്സ്റ്റ് നിസ്കാരമാണ് ഗൈസ്, നിസ്കരിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ നൈറ്റിലേക്ക് കിടക്കാം, നൈറ്റിൽ പഠിക്കാനായിരുന്നു. ഞാൻ ഈവനിങ്ങിൽ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഡയറീസൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. 1:41 ആയിട്ടൊക്കെ എടുക്കാൻ. അങ്ങനെ കുറച്ച് സ്കിൻ കെയറുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ കിടന്നു. ടാബ് ബൈ, സി യു ഗൈസ്.